2010 സെപ്റ്റംബർ 18 ശനിയാഴ്ച സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിനാചരണം തിരുവനന്തപുരത്ത് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ വൈകുന്നേരം 4:30 സ്വതന്ത്ര വിജ്ഞാന ജനാധിപത്യ സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ വൈലോപ്പള്ളി സംസ്കൃതി ഭവന്റെയും കേരള സ്റ്റേറ്റ് IT മിഷന്റെയും ആഭിമുഖ്യത്തിൽ സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിനാചരണം തിരുവനന്തപുരത്ത് ആഘോഷിക്കപ്പെട്ടു. ചടങ്ങിൽ PS രാജശേഖരൻ മെമ്പർ സെക്രട്ടറി വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ സ്വാഗതം ആശംസിച്ചു. തുടർന്ന് ഡോക്ടർ MR ബൈജു അധ്യക്ഷത വഹിച്ചുകൊണ്ട് ചർച്ചയുടെ ആമുഖപ്രസംഗം നടത്തുകയുണ്ടായി. ഡോക്ടർ VR പ്രബോധചന്ദ്രൻ നായർ ഇന്റർനെറ്റും മലയാള ഭാഷയും എന്ന വിഷയത്തെ അധികരിച്ച് പ്രഭാഷണം നടത്തുകയുണ്ടായി. ഈ ചടങ്ങിൽ സ്വതന്ത്ര വിജ്ഞാന ജനാധിപത്യ സഖ്യത്തിന്റെ വാർത്താപത്രികയായ യുടെ പ്രകാശന കർമ്മം നടത്തുകയുണ്ടായി. ശ്രീ S സുനിൽ സംസാരിക്കുകയും ചെയ്തു. ശ്രീ സെബിൻ രാജ്, ഡോക്ടർ സൂരജ് രാജൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു. ശ്രീ SP ബിജു IT മിഷൻ നന്ദി പ്രകാശനം നടത്തുകയും ചെയ്തു. ഭൂലോകത്തിനു വേണ്ടി ദിലീപ് തയ്യാറാക്കിയ വീഡിയോ റിപ്പോർട്ട്. ജില്ലാ പ്രസിഡന്റായ ഡോക്ടർ MR ബൈജു ആണ്, എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറാണ്. അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു. ഇന്നിപ്പോൾ ഇതിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്തുകയും ഈ സെമിനാറിന് ആധാരമായ വിഷയത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് നമുക്ക് പകർന്നു തരികയും ചെയ്യുമെന്ന ദൗത്യം, അതോടൊപ്പം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന ഒരു വാർത്താപത്രിക, DAKFിൻ്റെ ഒരു മുഖപത്രം നൽകുന്ന വാർത്താപത്രിക അത് പ്രകാശനം ചെയ്യുന്നത്, ഇത് രണ്ടും നിർവഹിക്കുന്നത് മലയാള ഭാഷയ്ക്ക് വളരെ സമഗ്രമായ സംഭാവനകൾ നൽകിയിട്ടുള്ള സമാദരണീയനായ ഡോക്ടർ VR പ്രബോധചന്ദ്ര സാറാണ്. അദ്ദേഹമായിട്ട് ഈ ഇതിൽ പങ്കെടുക്കണമെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം കുറേ കാര്യങ്ങൾ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇന്ന് വളരെയധികം പ്രധാനപ്പെട്ട 2 പരിപാടികളുണ്ട്. ഒന്നിൽ 6 മണിക്ക് അദ്ദേഹത്തിന് ഒരെണ്ണം കഴിഞ്ഞ വന്നു, ഒന്നിൽ 6 മണിക്ക് പങ്കെടുക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൽ വരാനുള്ള അതിയായ താല്പര്യം അദ്ദേഹം പ്രകടിപ്പിച്ചു. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ആയാൽ പോലും ഇത്തരം ഈ ഒരു ചർച്ചയിൽ ചില കാര്യങ്ങൾ അത് വെറും സാങ്കേതികവിദ്യ മാത്രമാണ്, ഭാഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി തുറന്നു പറയണം. ഇവിടെ വരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം പറയുകയും 4 മണിക്ക് തന്നെ അദ്ദേഹം കൃത്യമായി ഇവിടെ എത്തുകയും ചെയ്തു. നമ്മൾ തുടങ്ങാൻ 1 മണിക്കൂർ വൈകി എന്നുള്ളത് ഇതാണ്. അതിന് അദ്ദേഹത്തോട് ഞാൻ ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു. ഒപ്പം അദ്ദേഹം ഇത്തരം തിരക്കിനിടയിൽ കുറച്ച് സമയം നമ്മളോടൊപ്പം ചെലവഴിക്കാൻ സമ്മതിച്ചതിൽ അങ്ങേയറ്റം കൃതജ്ഞതയോടുകൂടി സ്നേഹിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിന് ഡോക്ടർ VR പ്രബോധചന്ദ്രൻ നായർ സാറിനെ നമ്മുടെ ജീവിതചര്യയിൽ തന്നെ നിയന്ത്രിക്കുന്ന, സ്വാധീനിക്കുന്ന, നടത്തിക്കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ ഘടകമായി സോഫ്റ്റ്വെയർ മാറുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിജ്ഞാന മേഖലയിൽ നേരത്തെ മേഖലയിൽ സോഫ്റ്റ്വെയറിൻ്റെ ഉപയോഗം കടന്നു വരുന്നതാണ്. സ്വാതന്ത്ര്യവും വിജ്ഞാനവും എന്നുള്ള ബന്ധം സ്വാതന്ത്ര്യവും സോഫ്റ്റ്വെയറും എന്നുള്ള ബന്ധമായി കാണുവാൻ നിർബന്ധിക്കുന്നു. മുമ്പിൽ അദ്ദേഹം രാജരാജവർമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ബഹുമാനമുള്ള ആളാണ്. എൻ്റെ അച്ഛൻ്റെ ഗുരുനാഥനാണ്. പിന്നെ അച്ഛനെ എനിക്ക് ബഹുമാനമുണ്ട്, ഗുരുനാഥനെയും കൂടെ ബഹുമാനമുണ്ട്. രണ്ടുപേരും കൂടി അല്ലെങ്കിൽ ബഹുമാനം സ്വയം എന്ന് പറയും, അത്രയുമുള്ള ആളാണ്. പക്ഷെ രാജരാജവർമ്മ പറഞ്ഞതിനപ്പുറത്തേക്ക് മലയാളത്തിൽ ഒന്നുമില്ലെന്ന് നമ്മൾ ധരിച്ചു ഒരിക്കൽ. അപ്പോൾ അതിന് രാജരാജവർമ്മയിൽ പറഞ്ഞിട്ടില്ല മലയാളത്തിലെ പദാതിയിൽ ഏതെല്ലാം സ്വരങ്ങൾക്ക് വരാൻ സാധിക്കും എന്നുള്ളത് പ്രധാനമാണ്. നിങ്ങൾക്കറിയാമല്ലോ, കമ്പ്യൂട്ടറിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്വരച്ചക്കർ എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ അത് തീർച്ചയായിട്ടും വേണം. പദാതിയിൽ ഏതെല്ലാം സ്വരങ്ങൾക്ക് വരാം, അതിന് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ഏത് വരാൻ സാധിക്കും. കകാരം കൊണ്ട് മലയാളി വാക്ക് വന്നിട്ട് ഉച്ചരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥലത്ത് ഏതെല്ലാം വോയിസ് വരാമെന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. കെട്ടി എന്ന് പറയാം, അപ്പൊ ഈകാരം വരും. കെട്ടി എന്ന് പറയാം, അപ്പൊ ഇകാരം വരും. കട്ടി എന്ന് പറയാം, അപ്പൊ അകാരം വരും. കൊട്ടി എന്ന് പറയാം, ഓ വരും. കുട്ടി എന്ന് പറയാം, ഊ വരും. ചുരുക്കത്തിൽ ഈ 5 വോയിസും വരും. 5 വോയിസേ ഉള്ളു മലയാളത്തിൽ. ഈ ഉണ്ട്, എ ഉണ്ട്, ആ ഉണ്ട്, ഓ ഉണ്ട്, ഊ ഉണ്ട്. വേറെ വോയിസൊന്നും മലയാളത്തിലില്ല. നമുക്ക് ആ, ഈ, ഊ, എ എന്നൊക്കെ ഉണ്ടെന്നൊക്കെ ഭംഗിക്കൊക്കെ പറയാമെങ്കിലും ഈ 5 വോയിസും ഈ വോയിസിന്റെ ദീർഘരൂപങ്ങളും മാത്രമേ മലയാളത്തിലുള്ളൂ. അപ്പൊ ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കിട്ടി, കെട്ടി, കൊട്ടി, കട്ടി, കുട്ടി എന്ന് പറയാം. അതേസമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കുക, വാ എന്ന ഒരു സ്വരത്തിൽ മലയാളം വാക്ക് തുടങ്ങുകയാണെങ്കിൽ വകാരത്തിന് ശേഷം
ഈ വരാം വിരൽ, എ വരാം വെള്ളം, അത് കഴിഞ്ഞിട്ട് ആ വരാം വള്ളം, അതിനുശേഷം ഓ വരികയില്ല. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥികൾ ഇനിയിപ്പോൾ വന്നപ്പോൾ തന്നെ ഈ മതിലുകളൊക്കെ റിസർവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മതില് ഇന്ന ആൾക്ക് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുക എന്ന് എഴുതി വയ്ക്കുമെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ ചോദിക്കുമ്പോൾ വോട്ട് തരണം എന്നല്ലാതെ വോട്ട് തരണം ഇത്രയും പ്രാവശ്യം പറഞ്ഞ മലയാളികൾ ഈ സ്ഥാനാർത്ഥിമാരുടെ ആയുസ്സിന് തന്നെ അപകടം സംഭവിക്കുമെന്നാണ് എൻ്റെ പേര്. നമ്മൾ ശ്വാസവായു കൊണ്ടാണെങ്കിലും സ്പെൽ ചെക്കുകൾ ഉണ്ടാകണമെങ്കിൽ, ഗ്രാമർ ചെക്ക് ഉണ്ടാകണമെങ്കിൽ അതിനേക്കാൾ വലിയ കാര്യമാണ്. അതേപോലെ തന്നെ ഒരു സമ്മറി ഉണ്ടാക്കണമെങ്കിൽ അറിയാമല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒരു അബ്സ്ട്രാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ, പിന്നെ മൊത്തത്തിൽ എഡിറ്റിങ്, ടെക്സ്റ്റ് എഡിറ്റിങ് നടത്തണമെങ്കിൽ, പിന്നെ ഇതിനെ കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ടു സ്പീച്ച് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിലേക്കൊക്കെ പോകണമെങ്കിൽ ഒരുപാട് ആളുകൾ കുത്തിയിരുന്ന് ജോലി ചെയ്താലേ സാധിക്കുള്ളൂ. ശബ്ദധാരാവലി നീണ്ടു എഴുതി കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ശ്രീകണ്ഠേശ്വരം പത്മനാഭോട് പറഞ്ഞു, എളുപ്പപ്പണിയൊന്നുമില്ല നിഘണ്ടു എഴുതാനായിട്ട്, കഷ്ടപ്പെട്ട് തന്നെ കുത്തിയിരുന്ന് ജോലി ചെയ്താലേ സാധിക്കുള്ളൂ. അത് ഞാൻ സുഖം എന്ന വാക്ക് എൻ്റെ നിഘണ്ടുവിൽ അതിന് അർത്ഥം കൊണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. എങ്കിലും അത് എപ്രകാരം ഇരിക്കും എന്ന് അറിഞ്ഞിട്ടുള്ളവനല്ല ഞാൻ എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എൻ്റെ കണ്ണ് തള്ളിപ്പോയിട്ടുള്ള ഒരു പ്രയോഗമാണ്. സുഖം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഞാൻ ഈ നിഘണ്ടുവിൽ എഴുതിയിട്ടുണ്ട്. എങ്കിലും അത് എപ്രകാരം ഇരിക്കുമെന്ന് അറിഞ്ഞിട്ടുള്ളവനല്ല ഞാൻ. ശബ്ദധാരാവലി എന്ന് പറഞ്ഞ് ഒരു നിഘണ്ടു ഒറ്റയ്ക്കിരുന്ന് ശരിയാക്കി ജോലി ഞാൻ ചെയ്യാനുള്ളത് കർമ്മണ്യവാധികാരസ്ഥ നാം ഫലേഷു. അതായത് ആരെങ്കിലും ഇത് വായിക്കുമോ, ഇതിന് മറുപടി കിട്ടുമോ, ഇതിന് പ്രതികരണം ഉണ്ടാകുമോ എന്ന് നോക്കണ്ട. എനിക്ക് ഒരു സ്വയം പ്രകാശനം എന്ന് പറയുന്ന ഒരു ധർമ്മമുണ്ട്, എക്സ്പ്രസീവ് ഫങ്ഷൻ. ഭാഷയ്ക്ക് ഉള്ളൂർ പരമേശ്വരയ്ക്ക്, മഹാകവി ഉള്ളൂർ, അദ്ദേഹത്തിൻ്റെ സാഹിത്യ ചരിത്രം പ്രശസ്തമായിട്ടുള്ള കേരള ഭാഷാ സാഹിത്യ ചരിത്രം തുടങ്ങുമ്പോൾ പറയും, മനുഷ്യൻ്റെ സ്വന്തം അന്തർഗതങ്ങൾ അന്യരെ ധരിപ്പിക്കുന്നതിനുള്ള ഉപാധിയാണല്ലോ ഭാഷ. സ്വാമി എനിക്ക് അടിയൻ ലക്ഷ്യപ്പോം എന്ന് പറഞ്ഞുകൊണ്ട് CV രാമപിള്ളയുടെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, അദ്ദേഹം ചാടി വന്നു മഹാരാജാവിനെ രക്ഷിക്കാനായിട്ട്. അതുപോലെ ചില രക്ഷകന്മാരുണ്ട്. ഇങ്ങനെ മലയാളത്തിനെ അങ്ങനെ രക്ഷിക്കാനായിട്ട് ആരും ചാടി ഇറങ്ങി വരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കറിയാം. ഇനി അഥവാ ഏതെങ്കിലും ഒരു ആഗസ്റ്റ് 28 ആദ്യത്തെ സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. പക്ഷേ 2006 മുതൽ അത് സെപ്റ്റംബർ മാസത്തിലെ 3-ാം ശനിയാഴ്ചയിലേക്ക് ഫിക്സ് ചെയ്യുകയും അതിനുശേഷം കഴിഞ്ഞ 2006, 2007, 2008, 2009 ഈ 4 വർഷവും ഇത് വളരെ വ്യാപകമായ രീതിയിൽ ലോകമാസത്തിലും ആഘോഷിക്കുകയുണ്ടായി. പക്ഷേ ഇത്തരത്തിലുള്ളൊരു ദിനത്തെക്കുറിച്ച് കേരളത്തിലധികം ആൾക്കാർക്കൊന്നും അറിയില്ല. ആൾക്കാർ വേറെ കാണും. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മലയാള സാഹിത്യം ഈ പറയപ്പെടുന്നത് പോലെ അത്ര വ്യാപകമായി മലയാളം ബ്ലോഗിൽ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ കവിതകളുണ്ടാവാം. ആ കവിതകൾ പ്രിൻ്റ് ഉണ്ടായതെങ്കിൽ പ്രിൻ്റിൽ എഴുതപ്പെടുന്ന കവിതകളുടെ ഒരു എക്സ്റ്റൻഷൻ എന്നല്ലാണ്ട് ഇൻ്റർനെറ്റിൻ്റെതായ അല്ലെങ്കിൽ ബ്ലോഗിൻ്റെതായ പ്രത്യേക സ്വഭാവങ്ങളൊന്നും ആ കവിതകൾക്ക് വന്നു കാണുന്നുണ്ടെന്നൊരു ധാരണ എനിക്കില്ല. അതിനപ്പുറം മറ്റ് സാഹിത്യരൂപങ്ങളൊന്നും ബ്ലോഗിൽ നിന്ന് ഉത്ഭവിക്കുന്നൊന്നുമില്ല. ബ്ലോഗ് എഴുതുന്ന ചിലരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനെ ബ്ലോഗ് സാഹിത്യം എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് നിശ്ചയമില്ല. കാരണം പത്രങ്ങളിൽ വായിക്കുന്ന വാർത്തകളുടെ ഒരു കുറച്ചുകൂടെ വ്യത്യസ്തമായ അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ വിവരങ്ങളുള്ളതായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെയാണ് മിക്ക വെബ് പോർട്ടലുകളിലൊക്കെ വരുന്നത്. അപ്പോൾ സാഹിത്യം, അതിന് വൈജ്ഞാനിക സാഹിത്യമാണെങ്കിലും ഇതാണെങ്കിലും ലാവണ്യ സാഹിത്യമാണെന്നുണ്ടെങ്കിലും പുറത്തുള്ളത് തന്നെയാണ് ഇൻ്റർനെറ്റിനകത്ത് വരുന്നത്. അപ്പോൾ സാഹിത്യം എന്നുള്ള മാത്രം വെച്ചിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് സ്പെഷ്യലിസ്റ്റുകളോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഭാഷയും ഇൻ്റർനെറ്റും, മലയാള ഭാഷയും ഇൻ്റർനെറ്റുമാണ്. അതിൻ്റെ കാര്യത്തിലും ആരെങ്കിലും എക്സ്പേർട്ടുകളായിട്ടുള്ളവർ സംസാരിക്കണം. കാര്യം യൂണിക്കോഡ് മലയാളം എന്ന് പറയുന്ന രീതിയിൽ അക്ഷരങ്ങൾ അടിക്കുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഒരു അക്ഷരം അടിച്ചു കഴിഞ്ഞാൽ അത് സ്ക്രീനിൽ തെളിയുന്ന രൂപം, ആ രൂപത്തിൻ്റെ ഒരു സാങ്കേതിക രീതിയാണ് യൂണിക്കോഡ് എന്ന് പറയുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തി ഭാഷയെ, അതായത് നമ്മൾ ല അല്ലെങ്കിൽ ആ എന്നൊക്കെ അടിക്കുമ്പോൾ അതിപ്പോൾ യൂണിക്കോഡ്